കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഹമാസ് അത് ലംഘിച്ച് ഗസയിൽ വലിയ ആക്രമണം നടത്തി. ചൊവ്വാഴ്ച രാവിലെ ഗസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 300-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 2023 മുതൽ ഇസ്രയേലും ഹമാസും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. വലിയ ശ്രമങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ജനുവരിയിൽ ഇരുപക്ഷവും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടത്. എന്നിരുന്നാലും ഇത് ദുർബലമായ വെടിനിർത്തൽ കരാറാണെന്നും എപ്പോൾ വേണമെങ്കിലും ആക്രമണങ്ങൾ പുനരാരംഭിക്കാമെന്നും പലരും മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഗാസ മുനമ്പിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി 300 പേരെ കൊലപ്പെടുത്തിയത്. ഗാസയുടെ വിവിധ ഭാഗങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ഈ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 300-ലധികം പേർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റി, ദേർ അൽ ബാല, ഖാൻ യൂനിസ്, റഫ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലാണ് ആക്രമണങ്ങൾ നടന്നത്. സമീപകാലത്തെ ഏറ്റവും വലിയ ആക്രമണമാണിത്. കുടിയേറ്റക്കാർ താമസിച്ചിരുന്ന പ്രദേശങ്ങളും ആക്രമിക്കപ്പെട്ടുവെന്നും നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും പാലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അമേരിക്ക മേഖലയിൽ ഒരു പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. അതായത് ആക്രമണങ്ങൾ നടത്തുന്നതിനു മുൻപ് ഇസ്രയേൽ ട്രംപ് ഭരണകൂടവുമായി കൂടിയാലോചിച്ചതായി വൈറ്റ് ഹൌസ് വക്താവ് പറയുന്നു. അമേരിക്കയുടെ ഉപദേശം ലഭിച്ചതിനു ശേഷം മാത്രമാണ് ഇസ്രയേൽ ഗാസയിൽ പൂർണ്ണ തോതിലുള്ള ആക്രമണം നടത്തിയത്. ഹമാസും ഇറാൻ പിന്തുണയുള്ള ഹൂതികളും ഉൾപ്പെടെ ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആർക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലീവിറ്റ് പറഞ്ഞു. 2023 ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ അവർ നിരവധി പേരെ ബന്ദികളാക്കി എന്നതാണ് പ്രശ്നം. പിടിക്കപ്പെട്ടവരിൽ ഏകദേശം 59 പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണ്. നിരവധി തവണ ചർച്ച നടത്തിയിട്ടും ഹമാസ് അവരെ വിട്ടയക്കാത്തതിനെ തുടർന്നാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ബന്ദികളെ മോചിപ്പിക്കാൻ വിസമ്മതിച്ചതാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആരോപിച്ചു. അതേസമയം ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനാലാണ് ബന്ദികളെ വിട്ടയക്കാത്തതെന്ന് ഹമാസ് പറയുന്നു. ജാനുവരി 19 ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. പകരമായി ഏകദേശം 2000 പാലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയച്ചു. എല്ലാം നന്നായി പോകുന്നതിനിടെ ഹമാസ് ചർച്ചയ്ക്ക് വിസമ്മതിച്ചതായി ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ പെട്ടെന്ന് ഗസയിലേക്കുള്ള സഹായ വിതരണം നിർത്തിവെച്ചു. മറുവശത്ത് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുന്നതിനും ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുന്നതിനുമുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇസ്രയേൽ വിസമ്മതിച്ചതിനാലാണ് കാലതാമസം ഉണ്ടായതെന്ന് ഹമാസ് പ്രതികരിച്ചു. ഹിസ്ബുള്ള നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ പെട്ടെന്ന് പറന്നുയരുകയായിരുന്നു. പെട്ടെന്നുള്ള ആക്രമണത്തെക്കുറിച്ച് ഇരുപക്ഷവും മാറി മാറി ഇങ്ങനെ പറഞ്ഞതോടെ സംഘർഷം വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ റോക്കറ്റ് ആക്രമണം ശക്തമാക്കിയത്. ഹമാസിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ പക്ഷം അവകാശപ്പെടുന്നു. എന്നിരുന്നാലും ഗാസ സിറ്റിയിലെയും ദേർ അൽ ബലയിലെയും നിരവധി റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്ന് പാലസ്തീൻ ഡോക്ടർമാർ പറയുന്നു. ആക്രമണത്തിൽ 300-ലധികം പേർ മരിച്ചിരിക്കാമെന്ന് പറയപ്പെടുന്നു. അതേസമയം ഗാസ മുനമ്പിലെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനകം തന്നെ മോശമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ.